നിങ്ങൾ TWSും ഹെഡ്ഫോൺസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഹിയറിംഗ് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും ആൾക്കാർ TWS യൂസ് ചെയ്യാറുണ്ട്, ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാറുണ്ട്. സ്പീക്കേഴ്സ് ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വളരെ കുറവാണ്. ആൾക്കാരൊന്നും സ്പീക്കേഴ്സ് യൂസ് ചെയ്യാറില്ല. മിക്കവാറും TWSും ഹെഡ്ഫോൺസും ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്തായിരിക്കും മ്യൂസിക് കേൾക്കുന്നത്, സിനിമ കാണുന്നത്, അതുപോലത്തെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് ഇതുപോലത്തെ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്താണ്. ഇപ്പോൾ പഴയതുപോലെ സ്പീക്കേഴ്സും റേഡിയോ ഒന്നും കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. എന്നിരുന്നാലും നമ്മുടെ TWSന്റെ യൂസർ ബേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡ്ഫോണിനെയും കാട്ടും അല്ലെങ്കിൽ സ്പീക്കറിനെയും കാട്ടൊക്കെ മേളിലാണ് TWS യൂസ് ചെയ്യുന്ന ആൾക്കാരുള്ളത്. അപ്പോൾ ഈ ഒരു TWSനെ പറ്റി സംസാരിക്കുക ഇത്രമാത്രം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്കകത്താണ് ഈ ഒരു TWS മിക്കവാറും ഉള്ള എല്ലാ മോഡൽസും ഇരിക്കുന്നത്. ഇന്നിയർ ഉണ്ട്, ഇന്നിയർ അല്ലാത്ത മോഡൽസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇന്നിയർ ആയാലും ഇന്നിയർ അല്ലാത്ത മോഡലായാലും നമ്മുടെ ഇയർ ഡ്രമ്മിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഒരു TWS ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹെഡ്ഫോൺസ് നോക്കാനാണെങ്കിൽ കുറച്ചുകൂടെ സേഫർ ഓപ്ഷൻ ആണ്. എന്നാൽ അവിടെയും ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഹെഡ്ഫോൺസ് ആണെങ്കിൽ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സേഫ് ആണ്. എന്നാൽ ഇതിനും 2-3 ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അതേ സമയത്ത് സ്പീക്കർ നോക്കാനാണെങ്കിൽ സ്പീക്കർ നമുക്കൊരു പരിധി വരെ പറയാം. ഒരുപാട് ലൗഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഒക്കെ ഡേഞ്ചർ ആണെങ്കിലും നമ്മുടെ നോർമലി വീട്ടിൽ ഉപയോഗിക്കുന്ന വാട്ട്സ് കുറഞ്ഞ സ്പീക്കേഴ്സ് ഒക്കെ സേഫ് ആണ്, കംപ്ലീറ്റ്ലി സേഫ് ആണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ ഹെഡ്ഫോണും TWSനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ഫോണിന്റെയോ അല്ലെങ്കിൽ ഹെഡ്സെറ്റിന്റെ ഒക്കെ വോളിയം. ഇപ്പൊ TWS ആവണമെന്നില്ല, നമ്മുടെ വയർഡ് ഇയർഫോൺ ആണെങ്കിൽ പോലും അതിന്റെയൊക്കെ വോളിയം നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുക. എപ്പോഴും 60-60 എന്ന് പറയുന്ന ഒരു റൂൾ ഫോളോ ചെയ്യുക. അതായത് 60% വോളിയം 60 മിനിറ്റ്സിന് മേളിലേക്ക് യൂസ് ചെയ്യാതിരിക്കുക. ഹെഡ്ഫോണോ TWS ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അവർ വർക്കിന്റെ ബേസിലായിരിക്കും, ചിലപ്പോൾ അവർ സ്റ്റുഡൻസ് ആയിരിക്കും. സ്റ്റുഡൻസിന് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസോ പല ടൈപ്പ് ഓഫ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഹെഡ്ഫോൺസിന് ആവശ്യം വരും, അല്ലെങ്കിൽ TWSന്റെ ആവശ്യം വരും. അപ്പോൾ ഈ ഒരു റൂൾ ഫോളോ ചെയ്യുക. 60-60 എന്ന് പറയുന്ന റൂള് ഒരു 60 മിനിറ്റ്സ് യൂസ് ചെയ്തതിനു ശേഷം അതങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ചെവിക്ക് റെസ്റ്റ് കൊടുക്കുക. എന്നാൽ പല സ്റ്റുഡൻസിനും ഓഫീസ് വർക്കേഴ്സിനോ ഇതൊന്നും പോസിബിൾ അല്ല. അവർ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫീസ് വർക്കോ അല്ലെങ്കിൽ ക്ലാസ്സസോ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ ആയിരിക്കും സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കുള്ള സൊല്യൂഷൻ ആണ് ഹെഡ്ഫോൺസ്. അപ്പോൾ TWS ഇത്രയും നേരം വച്ചാൽ ഇത്രയും പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഹെഡ്ഫോൺസ് കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാരണം ഹെഡ്ഫോൺസിന്റെ സൗണ്ട് വരുന്നത് ചെവിക്ക് വെളിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഇത് കുറച്ചുകൂടെയൊക്കെ സേഫ് ആണ്. അപ്പോൾ ഹെഡ്ഫോൺസ് ചൂസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്ഫോൺസ് മാത്രം ചൂസ് ചെയ്യാൻ നിങ്ങൾ 60 മിനിറ്റ്സിന് മേളിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രീത്തബിൾ മെറ്റീരിയൽ ഉള്ള ഇയർ കപ്സ് ഉള്ള ഹെഡ്ഫോൺസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, എന്നിരുന്നാലും നമ്മുടെ ചെവിക്ക് വേണ്ടി അത് നല്ലതാണ്. മറ്റേ തീരെ ലോക്കലായിട്ടുള്ള ഹെഡ്ഫോൺസോ TWSോ ഒരിക്കലും യൂസ് ചെയ്യല്. ഇപ്പോൾ ഹെഡ്ഫോൺസിന്റെ കേസ് പറയാനാണെങ്കിൽ ഇതുപോലത്തെ മെറ്റീരിയൽ നോക്കിയെടുക്കാം. പിന്നെ ഹെഡ്ഫോൺസിനുള്ള ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ഫോൺസിന്റെ 2 ഇയർ കപ്പ് വന്നിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു റിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു റിംഗ് നമ്മുടെ ചെവിയിൽ വെക്കുമ്പോൾ നമ്മുടെ തലയിലേക്ക് പ്രഷർ കൊണ്ടുവരും. അങ്ങനെ പ്രഷർ കൊണ്ടുവന്നിട്ട് പല ഗെയിമേഴ്സും പല ലൈവ് സ്ട്രീം ഗെയിമേഴ്സിന്റെ തലയിലും ഒരു ബെൻഡ് പോലെ വന്നിട്ടുണ്ട്. അതിപ്പോൾ റിസർച്ച് ഒക്കെ പറയുന്നത് അത് ഈ ലോങ് അവേഴ്സത്തേക്ക് ഹെഡ്ഫോൺസ് വയ്ക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ നോക്കാനാണെങ്കിൽ ഹെഡ്ഫോൺസും TWSും ഒന്നും സേഫ് അല്ല. എന്നിരുന്നാലും സ്റ്റഡീസ് ഒക്കെ പറയുന്നത് 60 മിനിറ്റ്സ് ആണ് മാക്സിമം. അതിപ്പോൾ ഇതാണെങ്കിലും ഹെഡ്ഫോൺസ് ആണെങ്കിലും നമ്മുടെ TWS ആണെങ്കിലും 60 മിനിറ്റ്സിന് മേളിലേക്ക് യൂസ് ചെയ്യാതിരിക്കുക. ഒന്ന് ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്തിട്ട് പതുക്കെ യൂസ് ചെയ്യുക. ഒരു 60 മിനിറ്റ്സ് യൂസ് ചെയ്തതിന് ശേഷം ഒരു 10 to 30 മിനിറ്റ്സ് ഒക്കെ ബ്രേക്ക് എടുത്തതിന് ശേഷം മാത്രം ഇതുപോലത്തെ ഹെഡ്ഫോൺസോ TWS ഒക്കെ വീണ്ടും യൂസ് ചെയ്യുക. ഇതിപ്പോൾ TWS എന്ന് എടുത്ത് പറയുന്ന TWSന്റെ കൂട്ടത്തിൽ നമ്മുടെ ഇയർഫോൺസും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇയർഫോൺസും TWS ഒക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ചെവിക്ക് വേണ്ടി നല്ലത്. ഇനിയിപ്പോൾ സ്പീക്കറാണ് ഉള്ളതിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കാരണം സ്പീക്കേഴ്സിൽ എന്ന് പറയുന്ന സൗണ്ട് പുറത്തുനിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്ര വലിയ ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഇല്ല. എന്നിരുന്നാലും നല്ല ഹൈ വോളിയത്തിലൊക്കെ സ്പീക്കറിൽ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അത് നമ്മളൊരു കുറേ നേരത്തേക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ചെവിക്ക് അതും ഡാമേജ് ഉണ്ടാക്കേണ്ട ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഒരുപാട് ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സിന്റെ അടുത്ത് പോയി നിന്നൊന്നും മ്യൂസിക് കേൾക്കാതിരിക്കുക. അതും വളരെ ഹൈ വോളിയത്തിൽ സൗണ്ട് പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊന്നും പോയി നിൽക്കരുത്. അത് അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ TWS ആയാലും നമ്മുടെ നെക്ക് ബാൻഡ് ആയാലും നമ്മുടെ ഇയർഫോൺ ആയാലും ഹെഡ്ഫോൺ ആയാലും 60% വോളിയത്തിന് മേളിൽ ഒരിക്കലും യൂസ് ചെയ്യല് അത് വളരെ ഡേഞ്ചറസ് ആണ്. ഇനിയിപ്പോൾ ഹെഡ്ഫോൺ വെച്ചോ TWS വെച്ചോ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നമ്മുടെ ചെവിക്ക് ഡാമേജ് വരാനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പെർമനന്റ് ആയിട്ട് ഡാമേജ് ആവുന്നതായിരിക്കും ഈ ഒരു ഹൈ വോളിയത്തിൽ നമ്മൾ വെച്ച് പ്ലേ ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് ഒക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 60-60 റൂൾ എപ്പോഴും ഫോളോ ചെയ്ത് മാത്രം യൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും ഇയർഫോൺ TWS ഒക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഫോൺമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.